നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമകൾക്ക് അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് വാങ്ങിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിൽ വ്യക്തത വേണം എന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. കൊച്ചിയിലെ ആദായ നികുതി വകുപ്പിന്റെ അസസ്മെന്റ് വിഭാഗമാണ് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലാണ് പൃഥ്വിരാജ് കൈപ്പറ്റിയത്. 2022 പുറത്തിറങ്ങിയതാണ് ഈ 3 സിനിമകളും. നടൻ എന്ന നിലയിൽ കിട്ടുന്ന പ്രതിഫലത്തിന് ഒടുക്കേണ്ട നികുതി നിർമ്മാതാവ് എന്ന നിലയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. മാർച്ച് 29-നാണ് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ വിവാദങ്ങൾക്കിടെയാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ച കാര്യം പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം എമ്പുരാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. പൃഥ്വിരാജിനെതിരായ നോട്ടീസ് ഭരണകൂട വേട്ടയാടലാണെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. സംഘപരിവാറിനെതിരായി ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സമീപനമാണ് രാജ്യത്തെന്നും MP. അപ്പോൾ യഥാർത്ഥത്തിൽ സിനിമയുടെ സന്ദേശം തന്നെയാണ് വേട്ടയാടൽ രാഷ്ട്രീയമാണ്. ഒരു ഭരണകൂടത്തിനെതിരെ തുറന്ന് സംസാരിക്കാൻ, അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ ഒരു വലിയ വെല്ലുവിളിയാണ്. എമ്പുരാൻ സിനിമ വരുന്നതിന് മുമ്പേ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതാണെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. ഇപ്പം ഞാൻ കണ്ടത് ഒരു ചാനലില് എമ്പുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിൻ്റെതാണ്. കൈരളി പറയുമ്പോൾ എന്താ പറയുക, എമ്പുരാൻ വന്നതിന് ശേഷം നോട്ടീസ്. അതേസമയം ഇത് സ്വാഭാവിക നടപടിക്രമമായ സ്റ്റാൻഡേർഡ് വെരിഫിക്കേഷൻ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, കൊച്ചി.